ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമയുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എന്താ പറയാ, സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതിന്റെ പീക്ക് ലെവൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഐറ്റം. എന്നടാ പണി വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു സാധനം. കഥയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു അമ്മ, അവർക്കൊരു മകളുണ്ട്. മകൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിലവിളിക്കും, ഭയപ്പെടും. ആ നേരം അവൾ പറയുന്ന ഒരു പേരുണ്ട്, സൈലന്റ് ഹിൽ. തന്റെ മകളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി മകളെയും കൂട്ടി റോസ് നേരെ സൈലന്റ് ഹിൽ എന്ന സ്ഥലത്തേക്ക് പോവാണ്. ഒരിക്കലും പാടില്ലായിരുന്നു, ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ. അപ്പൊ ആ ലോകം അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായ ലോകത്തിലേക്ക് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ രാത്രിയിൽ ഒരു വീട് വിട്ട് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി ഓടി വരികയാണ്. അവർ ഉറക്കനെ വിളിക്കുന്നുണ്ട്, മോളെ മോളെ ഷാരോൺ, നീ എവിടെയാണ്? ഈ സ്ത്രീയുടെ പേര് റോസ് എന്നാണ്. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും കൂടെയുണ്ട്, ക്രിസ്റ്റഫർ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കാണാതായി അവരുടെ മോളെ തേടിക്കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് വരെ ഓടിപ്പോവാണ്. അവിടെ ചെറിയൊരു പാലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കടന്നുകൊണ്ട് മോളെ വിളിച്ചുകൊണ്ട് ഇവരൊരു സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കൊക്ക ഒരു മലയുടെ തുഞ്ചത്തായിട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അതായത് ഈ റോസിന്റെ മകള്. ഉറക്കത്തിൽ അവൾ പോലും അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു. ഇവ ഷാരോൺ ആണെങ്കിൽ ആ വലിയ കൊക്കയിലേക്ക് വീഴാൻ നിൽക്കുമ്പോഴേക്കും റോസ് ഓടി വന്നിട്ട് അവളെ പിടിക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ തീരെ ബോധമില്ലാതിരുന്ന ഷാരോണിന് ചെറിയൊരു ബോധം വരുന്നുണ്ട്. അവൾ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങുകയാണ്. ആ അബോധാവസ്ഥയിൽ ഒരു കാര്യം അവൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സൈലന്റ് ഹിൽ, സൈലന്റ് ഹിൽ, അമ്മ എന്നെ രക്ഷിക്കുക. പിന്നീട് പൂർണ്ണമായിട്ടും മകളുടെ ആ ഒരു ബോധം നഷ്ടപ്പെടുകയാണ്. ഇത് കണ്ട് റോസിനും അതുപോലെ തന്നെ ക്രിസ്റ്റഫറിനും വല്ലാതെ വിഷമാകുന്നുണ്ട്. മകളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവളെ രക്ഷിക്കാനായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ റോസ് തയ്യാറായിരുന്നു കേട്ടോ. എന്തായാലും ഇതിനു ശേഷം കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, അതിന്റെ ചുവട്ടിലിരിക്കുന്ന റോസും മകളായിട്ടുള്ള ഷാരോണിനെ തടവിക്കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾക്കായിട്ട് ഇരുന്നു കൊടുക്കുകയാണ്. അതേ നേരം തന്നെ ഷാരോൺ ആണെങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ അവളുടെ ഡ്രോയിങ് ബുക്കിൽ വരക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇപ്പൊ റോസ് പറയാണ്, മോളെ സമയായി, വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നും നേരെ കാറിലേക്ക് വരികയാണ്. കാർ ഉണ്ടായിരുന്നത് ഒരു ഹൈവേയിലായിരുന്നു. അതായത് മകളെയും കൂട്ടി റോസ് എങ്ങോട്ടോ പോവുകയാണ്. ഇതേ നേരം തന്നെ റോസിനെ ഒരുപാട് തവണ ക്രിസ്റ്റഫർ വിളിച്ചിട്ടുണ്ട്. എന്നാൽ റോസ് ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്താണ് ക്രിസ്റ്റഫർ റോസിന്റെ ലാപ്ടോപ്പിൽ ഒരു കാര്യം കാണുന്നത്, ഒരു സ്ഥലത്തേക്ക് അടിച്ചു വെച്ച ഒരു റൂട്ട് മാപ്പ്. അതായത് സൈലന്റ് ഹിൽ എന്ന സ്ഥലത്തേക്ക് റൂട്ട് മാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനർത്ഥം അങ്ങോട്ടേക്കല്ലേ റോസ് പോയിരിക്കുന്നത്. പിന്നീട് ക്രിസ്റ്റഫർ ആ സ്ഥലത്തിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അത്ര നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത് അതൊരു ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. എന്നാൽ അതിനെക്കുറിച്ച് അറിയാതെ മകളുമായിട്ട് റോസ് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്തിനായിരിക്കും? അതായത് മകൾ ഇങ്ങനെ ഉറക്കത്തിൽ പല തവണയായിട്ട് സൈലന്റ് ഹിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ചിലപ്പോൾ അവിടെ പോയാൽ മകളുടെ എല്ലാ പ്രശ്നവും തീരും എന്ന് റോസ് വിചാരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പെട്രോൾ അടിക്കാനായിട്ട് ഒരു പമ്പിൽ നിർത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ഷാരോൺ വരച്ച ചിത്രങ്ങൾ റോസ് നോക്കുന്നുണ്ട്. എന്നാൽ ആ ചിത്രങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. ഒരുപാട് ചെകുത്താന്മാരും ഡീമൺസും അങ്ങനെയുള്ള ചിത്രങ്ങളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ റോസ് ഷാരോണിന് ചോദിക്കുകയാണ്, മോളെ ഇതെന്താ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഷാരോൺ പറയാണ്, ഇല്ലാമേ ഇതൊന്നും ഞാൻ വരച്ചതല്ല. അതായത് ഷാരോൺ ഉണർന്നിരിക്കുന്നത് പോലെയല്ല, അബോധാവസ്ഥയിൽ അവൾ മറ്റെന്തോ ആവുകയാണ്. അവളെ കൊണ്ട് ആയിരിക്കോ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പോലീസ് ഓഫീസർ കാണുന്നുണ്ട്. അവരുടെ പേര് സിബിൽ ബെന്നറ്റ് എന്നാണ്. എന്തോ ഒരു ഉഡായ്പ് തോന്നുകയാണ് കേട്ടോ റോസിനെ കണ്ട സമയത്ത് ഈ സിബിലിന്. പിന്നീട് റോസ് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാണ് പെട്രോളിന്റെ ക്യാഷ് കൊടുക്കാനായിട്ട്. ആ നേരത്തെ ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഈ സൈലന്റ് ഹിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഏതാണ്? ഇത് കേട്ടപ്പോൾ തന്നെ ആ ലേഡി പറയാണ്, എന്തിനാ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്? അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല, അങ്ങോട്ടേക്ക് വഴിയൊന്നും ഇല്ലാന്ന് പറയാം. ഇതേ നേരം തന്നെ റോസിനെ ക്രിസ്റ്റഫർ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ്റ്റഫർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് പറയാതെ പോയത്? എന്താ നിനക്ക് വേണ്ടത്? നിനക്ക് ഭ്രാന്തായോ? ഇപ്പൊ റോസ് പറയാണ്, ക്രിസ്റ്റഫറെ നിനക്ക് അറിയാലോ നമ്മുടെ മകളുടെ പ്രശ്നം, എവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി. ഞാൻ എന്തായാലും അവളുടെ ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് അവൾ പറയുന്ന ആ സ്ഥലത്തിലേക്ക് പോവാണ്, സൈലന്റ് ഹില്ലിലേക്ക്. നമ്മൾ അവളെ അഡോപ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് അവൾ നോർത്ത് സൈഡിൽ നിന്ന് വന്നു എന്നല്ലേ. അതായത് സൈലന്റ് ഹിൽ ഉള്ളതും ഈ നോർത്ത് സൈഡിൽ തന്നെയാണ്. ഇവിടെ വെച്ചാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, റോസിന്റെയും ക്രിസ്റ്റഫറിന്റെയും ശരിക്കുള്ള മകളല്ല ഷാരോൺ, അവളെ ദത്തെടുത്തതാണ്. പക്ഷെ ഞാൻ പലപ്പോഴും നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകില്ല. എന്തായാലും അഡോപ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞാണെങ്കിലും റോസ് ഷാരോണിനെ നന്നായിട്ട് ഒരു അമ്മയേക്കാൾ ഉപരിയായിട്ടാണ് സ്നേഹിക്കുന്നത് കേട്ടോ. റോസ് ഇത്രയും സ്നേഹിക്കുന്ന അവളുടെ ഈ കുഞ്ഞിന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാതെ അവൾക്ക് സമാധാനം ഉണ്ടാവോ? ഉറക്കത്തിൽ മകൾ എന്തൊക്കെയോ പറയുന്നു ചെയ്യുന്നു, എന്നാൽ ബോധം വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും അവൾക്ക് യാതൊരു ഓർമ്മയുണ്ടാവില്ല. എന്തായാലും റോസ് ഇപ്പൊ വന്ന് വണ്ടിയിൽ കയറുകയാണ്. ഇതേ നേരം തന്നെ സിബിൽ ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരി വന്നിട്ട്, മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇപ്പൊ റോസ് പറയണ, ഏയ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോവാണ്. എന്നാൽ സിബിൽ വേഗം തന്നെ കാറിന്റെ നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം റോസ് കാടിന് നടുവിലുള്ള ആ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പിന്നാലെ തന്നെ സിബിൽ എന്ന ഒരു പോലീസുകാരി വരുന്നുണ്ട് കേട്ടോ. റോസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്, ഇവളെന്തിനിപ്പോ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്? മിക്കവാറും അവളിപ്പോ വണ്ടിക്ക് വട്ടയിടും, എന്നെ നിർത്തിക്കും, പിന്നീട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, പിന്നീട് സൈലന്റ് ഹില്ലിലേക്ക് പോകാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഇതേ
നേരത്ത് ഒരു ജംഗ്ഷന്റെ ഭാഗത്തേക്ക് റോസ് എത്തുകയാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, 2 സ്ഥലത്തേക്കുള്ള 2 വഴികൾ, ഒന്ന് സൈലന്റ് ഹില്ലും അതുപോലെ തന്നെ മറ്റേ സ്ഥലം എന്തോ ബ്രഹാംസോ അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ റോസ് ഒന്നും നോക്കിയില്ല, സൈലന്റ് ഹിൽ ആ റോഡിലേക്ക് ഒറ്റ ടേൺ ആണ്, ഒരൊറ്റ വിടലാണ്, നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നാൽ അതേ നേരത്ത് സിബിൽ പിന്നിൽ നിന്നും സൈറൻ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അതായത് വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ റോസ് നല്ല വേഗത്തിലാണ് കാർ ഓടിക്കുന്നത്. ഈ നേരെ പേടിച്ചു പോയിട്ട് ഷാരൺ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എത്ര സ്പീഡിൽ ഓടിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു. റോസ് പറയാണ്, മോള് പേടിക്കണ്ട കേട്ടോ. എന്തായാലും വളരെ വേഗത്തിൽ പോയ ഈ കാർ ഒരു പാലവും കടന്ന് അതിനപ്പുറം ഉണ്ടായിരുന്ന ഒരു ഗേറ്റ് അത് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ആ നേരത്താണ് റോഡിലൂടെ ഒരു സ്ത്രീയുടെ രൂപം നടന്നു പോകുന്നത് കാണുന്നത്. പേടിച്ചുപോയ റോസ് ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. അത് കാരണം തന്നെ കാർ ഒരു ഭാഗത്തേക്ക് പോയിട്ട് തട്ടി ആക്സിഡന്റ് ആയിട്ട് റോസിന്റെ ബോധം അപ്പം തന്നെ നഷ്ടമാകുകയാണ്. പിന്നെ എപ്പോഴാണെന്ന് അറിയില്ല, കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വരുന്നുണ്ട്. ഇപ്പൊ നേരവും വെളുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ തൊട്ടടുത്ത് മകൾ ഉണ്ടായിരുന്നില്ല, അവളെ കാണാനില്ല ഇപ്പോ. പിന്നീട് റോസ് ആ കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മഞ്ഞ് പെയ്യുന്നത് പോലെ അവിടെ മുഴുവനായിട്ടും എന്തോ പതിയെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മുഖത്ത് വന്ന ആ സാധനം തൊട്ടു നോക്കിയപ്പോഴാണ് റോസിനൊരു കാര്യം മനസ്സിലാവുന്നത്. ഇത് മഞ്ഞല്ല, ചാരമാണ്. കാറ്റത്ത് ഇതങ്ങനെ പാറി നടക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്ഥലം അത് വളരെയധികം വ്യത്യസ്തമാണ്. ഇന്ന് വരെ ലൈഫിൽ കാണാത്ത അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ ഇതൊരു നഗരമാണ് കേട്ടോ. എന്നാൽ ഈ നഗരത്തിൽ ഒരാളെ പോലും കാണാനില്ല. അവിടെ ഒരു കട പോലും തുറന്നു വെച്ചിട്ടില്ല. കടകളും വീടുകളും അപ്പാർട്ട്മെന്റുകളും ഇതെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. എവിടെയോ ഭീകരമായ തീ പിടിച്ച് അതിന്റെ ചാരമാണ് ഇവിടെ കൂടെ പാറി നടക്കുന്നത്. എന്നാൽ ഈ നേരത്ത് അത്രയും സൈലന്റ് ആയിട്ടുള്ള ആ സ്ഥലത്ത് വെച്ച് ഒരു കുട്ടി ഓടുന്നത് പോലെ റോസിന് തോന്നി. എന്നാൽ അതൊരു തോന്നലായിരുന്നില്ല, ശരിക്കും അതിലൂടെ ഒരു കുട്ടി ഓടിപ്പോവാണ്. അവളുടെ പിന്നാലെ തന്നെ അത് മോളാണെന്ന് കരുതിയിട്ട് റോസ് പിന്നാലെ പോകുന്നുണ്ട്. പിന്നീട് അവൾ എത്തുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കാണ്. എന്നാൽ അപ്പോൾ തന്നെ ഒരു സൈറൻ ശബ്ദം കേൾക്കുകയാണ്. ആ സൈറന്റെ ശബ്ദം ഉണ്ടായ പാട് തന്നെ പെട്ടെന്ന് സൂര്യപ്രകാശം ഇല്ലാതാവുകയാണ്, പൂർണ്ണമായിട്ടും ഇരുട്ടാവുകയാണ്. റോസ് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പതിയെ പോവാണ്. ആ നേരത്തെല്ലാം അവളുടെ ഉള്ളിലും ഇത് കാണുന്ന നമ്മളുടെ ഉള്ളിലും ചെറിയൊരു ഭയം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ചെന്ന സമയത്ത് റോസ് ഭീകരമായിട്ടുള്ള ഒരു കാര്യം കാണുകയാണ്. മുൾവേലി ഉണ്ടല്ലോ, അങ്ങനത്തെ കമ്പി ഉപയോഗിച്ച് ഒരു മനുഷ്യരെ വളരെ ക്രൂരമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും കത്തികൊണ്ട് മുറിച്ച് ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. കണ്ടാൽ അറപ്പും അതിനേക്കാൾ ഉപരി ഭയവും തോന്നുന്ന വല്ലാത്തൊരു സിറ്റുവേഷൻ. ഇതേ നേരത്താണ് പിന്നിൽ നിന്നും ആരോ വന്നിട്ട് റോസിനെ തൊടുന്നത്. തിരിഞ്ഞു നോക്കിയ റോസ് തരിച്ചു പോവാണ്. കുട്ടികളുടെ അത്ര വലുപ്പമുള്ള ഒരു പ്രത്യേകതരം രൂപം, തിളങ്ങുന്ന കണ്ണുകളും ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് തീയുമായിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു കുട്ടിച്ചാത്തനാ തോന്നുന്നു. ഇത് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ പിന്നീട് ഭയന്ന് ഓടുന്ന സമയത്താണ് റോസ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതുപോലെ ഒന്നല്ല, ഒരുപാട് എണ്ണ ഉണ്ടെന്ന്. ഇതെല്ലാം കൂടെ റോസിന്റെ മേലേക്കാണ് വരുന്നത്. അവൾ ഓടി രക്ഷപ്പെട്ട് ഒരു മുറിയിൽ കയറിയെങ്കിലും അവിടെ വീഴാണ്. അവളുടെ മേത്തേക്ക് ഈ കുട്ടിച്ചാത്തന്മാര് മുഴുവനായിട്ട് വന്ന് കയറുന്ന അതേ നേരം തന്നെ മറ്റൊരു സൈറൻ ശബ്ദം കൂടെ കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ കുട്ടിച്ചാത്തന്മാരെല്ലാവരും മാഞ്ഞു പോവാണ്. പിന്നീട് ആ ഒരു ബിൽഡിങ്ങിന് പുറത്തേക്ക് വന്ന സമയത്ത് റോസ് ഞെട്ടിപ്പോയി. അല്പനേരം മുന്നേ ഇവിടെ ഫുൾ ഇരുട്ടായിരുന്നല്ലോ, എന്നാൽ ഇപ്പൊ പകൽ പോലെ നല്ല വെളിച്ചമുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത് റോസിന് മനസ്സിലായില്ല. ഇപ്പൊ ഭയം കാരണം റോസ് തൽക്കാലം ഈ നഗരം വിട്ട് പുറത്തേക്ക് ഓടാമെന്ന് കരുതിയിട്ട് അവള് വന്ന വഴിയിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു വഴിയില്ല. അവള് വന്ന ഒരു പാലം കാണാനില്ല. അതിനു പകരം അവിടെ വലിയൊരു കുഴിയാണ്. അതായത് കടലിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ദ്വീപുകളുണ്ടല്ലോ, അതുപോലെ വല്ലാത്തൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ സൈലന്റ് ഹിൽ. അതായത് ഈ നഗരം വിട്ട് പുറത്തേക്ക് കടക്കാൻ ഒരു മാർഗവും ഇല്ല. ഈ നേരത്താണ് കണ്ടാൽ പേടിയാവുന്ന ഒരു സ്ത്രീ അതിലൂടെ പോകുന്നത്. റോസ് പതിയെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിങ്ങൾ ആരാണ് ചോദിക്കുകയാണ്. അവരുടെ പേര് ഡാലിയ എന്നാണ്. പക്ഷെ കണ്ടാൽ ഒരു ഭ്രാന്തിയെ പോലെ തോന്നുന്നുണ്ട്. ഈ ഡാലിയ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. എന്റെ മകളെ അവർ കൊണ്ടുപോയി എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് റോസും പറയുന്നുണ്ട്, എന്റെ മകളെയും കാണാനില്ല, ഞാൻ അവളെ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ മകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ദാലിയോട് റോസ് ചോദിക്കുമ്പോൾ ദാലിയ പറയാണ്, നിന്റെ മകളെ അവര് കൊണ്ടുപോയിട്ടുണ്ടാവും, അവര് നിന്റെ മകളെ കൊല്ലും, എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് പൊയ്ക്കോ, ഈ സ്ഥലത്ത് നിൽക്കണ്ട, ഇതൊരു നരകാണ്. എന്നാൽ ആ സ്ത്രീയുടെ പ്രാന്ത് കണ്ട സമയത്ത് റോസ് അവരെ തള്ളിയിട്ട് അവിടുന്ന് ഓടുകയാണ്. എന്നാൽ ഈ നഗരത്തിന്റെ എങ്ങോട്ടേക്ക് പോകണം, എവിടെ പോയിട്ട് മകളെ തപ്പി കണ്ടുപിടിക്കണം എന്ന് പോലും റോസിന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതേ നേരം തന്നെ ഈ നഗരത്തിന് പുറത്ത് റോസിനെ തേടി ഇങ്ങോട്ടേക്ക് ക്രിസ്റ്റഫർ വന്നിട്ടുണ്ട്. മാത്രമല്ല റോസിന്റെ ഫോട്ടോ കാണിച്ച് ആ പെട്രോൾ പമ്പിലൊക്കെ റോസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഭാര്യ സൈലന്റ് ഹില്ലിലേക്കാണ് പോയത്, അവളെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പനൊരു കാര്യം പറയുന്നുണ്ട്, സൈലന്റ് ഹില്ലോ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ, അതൊരു ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ നഗരം മുഴുവനായിട്ടും കത്തിച്ചാരമായതാണ്. ഇപ്പോഴും അതിന്റെ പല ഭാഗത്തും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭൂമിയുടെ അടിഭാഗത്തായിട്ട് ആ ഭാഗത്ത് മുഴുവനായിട്ടും കൽക്കരിയാണ്, അതിന് തീ പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇയാൾ പറയുന്ന സമയത്ത് ഇത് ക്രിസ്റ്റഫർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഏത് നരകത്തിലൊക്കെയാണ് മകളെയും കൂട്ടി റോസ് പോയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കേട്ട് ക്രിസ്റ്റഫറിന് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്. ഇതേ നേരം തന്നെ സൈലന്റ് ഹില്ലിന്റെ പല ഭാഗത്തോട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് റോസ്, അതായത് ഷാരോണിനെ കണ്ടുപിടിക്കാനായിട്ട്. ഈ നേരത്താണ് അവിടെ ഷാരോൺ വരച്ചിട്ട ചിത്രങ്ങൾ കാണുന്നത്. അതിലൊരു ചിത്രത്തിൽ ഹോസ്പിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അതൊരു ക്ലൂ ആണ്, ചിലപ്പോൾ അവിടെ പോയാൽ മകളെ കാണാൻ പറ്റുമെന്ന് കരുതിയിട്ട് നേരെ കാർ എടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് ഇപ്പൊ റോസ്. പോകുന്നതിന് മുന്നേ റോസ് ക്രിസ്റ്റഫറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ എത്ര വിളിച്ചിട്ടും കോള് കിട്ടുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ
നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നീട് കാർ എടുത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഗണ്ണുമായിട്ട് അവിടെ ഒരാൾ വന്ന് നിൽക്കുന്നത്. നിൽക്കവിടെ എന്ന് പറയാം. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ റോസ് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് നോക്കുമ്പോൾ അത് ആ പോലീസ് ഓഫീസർ ആയിരുന്നു, സിബിൽ ബെന്നറ്റ്. ഗൺ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ റോസിനോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാണ് കേട്ടോ. ഇപ്പൊ റോസ് പറയണ, മേഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്റെ മകളെ കാണാതായി, എനിക്ക് അവളെ കണ്ടുപിടിക്കണം. ഇപ്പൊ സിബിൽ പറയണ, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നോ നീ എന്തെങ്കിലും ആ കൊച്ചിനെ കാണിക്കുമെന്ന്. സത്യം പറ, അത് നിന്റെ മോള് തന്നെയാണോ? അവൾ എവിടെടി? നീയല്ലേ ആ കുഞ്ഞിനെ കൊണ്ടേ കളഞ്ഞത്? ഇത് പറഞ്ഞ റോസിന്റെ കയ്യിൽ വിലങ്ങണിയിക്കുകയാണ് സിബിൽ. ഈ നേരം തന്നെ റോസ് പറയുന്നുണ്ട്, പ്ലീസ് മേഡം ഞാൻ പറയുന്ന മനസ്സിലാക്ക്, എന്റെ മകളെ കാണാതായി, ഒന്ന് രക്ഷിക്കാൻ സഹായിക്കും നിങ്ങൾ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സിബിൽ ഇപ്പോൾ റോസിനെയും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ സൈലന്റ് ഹില്ലിന്റെ പുറത്ത് ആ പാലുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് കിടക്കാനുള്ള ആ ഒരു പാലം, അങ്ങോട്ടേക്ക് ക്രിസ്റ്റഫർ എത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റഫർ അവിടെ വന്ന സമയത്ത് കുറച്ച് പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ ആ ഒരു ഗേറ്റ് എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന് ക്രിസ്റ്റഫർ കാര്യങ്ങൾ പറയാണ്. ഇന്നലെ രാത്രി എന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു, അവളിപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓഫീസർ വന്നിട്ട് ക്രിസ്റ്റഫറിനോട് സംസാരിക്കുകയാണ്. ക്രിസ്റ്റഫറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് ഒരു കാറ് വന്ന് ഇടിച്ചിട്ടാണ് ഈ ഗേറ്റ് പൊളിഞ്ഞിരിക്കുന്നത്. കുറച്ച് അപ്പുറത്ത് നിന്ന് ആ കാർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാര്യയോ മകളോ ഇല്ല. അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്തു പോയ ഞങ്ങളുടെ ഒരു ഷെരീഫിനെയും കാണാനില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ക്രിസ്റ്റഫറിന് മനസ്സിലായി സംതിങ് ഫിഷി ആയിട്ട് എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സൈലന്റ് ഹിൽ അതിന്റെ ഉള്ളിൽ നിന്നും റോസിനെ വിലങ്ങണിയിച്ചുകൊണ്ട് ഈ ഒരു സിബിൽ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്തെല്ലാം റോസ് ഒരു കാര്യം പറയുന്നുണ്ട്, മേഡം ഞാൻ പറയുന്നൊന്നും കേൾക്ക്, ഇതൊരു സാധാരണ സ്ഥലമല്ല, അമാനുഷികമായിട്ട് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ സിബിൽ പറയണ, നീ എന്നെ വെറുതെ കളിപ്പിക്കാൻ നോക്കണ്ട, എന്തായാലും സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ആ വഴി അങ്ങ് തീർന്നു പോവാണ്. സിബിൽ ആകെ ഞെട്ടിപ്പോയി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കൊക്ക ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇനി എങ്ങോട്ടേക്ക് പോകണം എന്ന് പോലും സിബിലിന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് റോസ് പറയുന്നത്, മേഡം ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്ഥലം അത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഈ നേരത്താണ് ഇവർക്ക് നേരെ ഒരു വല്ലാത്ത രൂപം വരുന്നത്. മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലൊക്കെ ഉണ്ട്, ഒരു തലയുണ്ട്, പക്ഷെ രണ്ട് കൈകളൊന്നുമില്ല, ദേഹത്ത് വസ്ത്രവുമില്ല, തൊലി മാത്രമായിട്ട് മൂടപ്പെട്ട ഒരു തരം ഒരു പ്രത്യേക രൂപം. ഇത് ഇവർക്ക് നേരെ പതിയെ പതിയെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് സിബിൽ വാൺ ചെയ്യുന്നുണ്ട്, മര്യാദക്ക് അവിടെ നിന്നോ, ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, അടുത്തേക്ക് വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അവളിപ്പോ ഗണ്ണെടുക്കുകയാണ്. അത് പതിയെ പതിയെ അടുത്തേക്ക് വന്നപ്പോൾ സിബിൽ ഒന്നും നോക്കിയില്ല, അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ആ സാധനം അതിന്റെ ഉള്ളിൽ നിന്നും കറുത്ത താറ് പോലെ എന്തോ ഒന്ന് ഇവരുടെ നേരെ തുപ്പുകയാണ്. അത് നേരെ വന്ന് വീഴുന്നത് സിബിലിന്റെ ഹെൽമെറ്റിലാണ്. ആ ഹെൽമെറ്റ് പതിയെ കിടന്ന് ഉരുകാൻ തുടങ്ങുകയാണ്. ഒരു ആസിഡ് പോലത്തെ സാധനം. സിബിൽ വേഗം തന്നെ അവളുടെ ആ ഒരു ഹെൽമെറ്റ് ഒരു വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ ആ ഒരു കോട്ടിലുമായിട്ടുണ്ട്, അതെല്ലാം അവൾ ഊരി കളയാണ്. മാത്രമല്ല അതിന്റെ തലക്ക് നോക്കി തന്നെ അവൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്ത് റോസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. റോസ് നേരെ ഇപ്പൊ പോകുന്നത് ഷാരോൺ വരച്ച ആ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്ന ക്ലൂ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന്, അങ്ങോട്ടേക്കാണ് അവിടെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നല്ല, സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ, മാറിപ്പോയത്. എന്തായാലും ആ ഒരു ബിൽഡിംഗിലേക്ക് റോസ് ഓടി വന്നിട്ട് അവിടെ മുഴുവനായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ ക്രിസ്റ്റഫറെ കാണിക്കുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ ആ ഒരു ഇൻസ്പെക്ടറും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ സൈലന്റ് ഹിൽ എന്ന ആ ഒരു നഗരത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ പോകുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്, ക്രിസ്റ്റഫറെ ഈ നഗരത്തിന് ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതിഭീകരമായിട്ടുള്ള ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അതിൽപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്, കുറെ പേര് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്നും മിസ്റ്ററി ആയിട്ട് തുടരുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറെ പേരുടെ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എന്നാൽ കുറെ പേരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. അവരെവിടെ പോയി എന്ന് ഇന്ന് വരെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സൈലന്റ് ഹിൽ എന്ന ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നീ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതൊരു ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. ആ നഗരത്തിലൂടെയാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും റോസിനെ കാണിക്കുകയാണ്. റോസ് ഇപ്പൊ ആ ഒരു സ്കൂളിലൂടെ മുഴുവനായിട്ട് മകളായിട്ടുള്ള ഷാരോണിനെ തേടി നടക്കുകയാണല്ലോ. ഈ നേരത്താണ് മുഖംമൂടിയെല്ലാം ധരിച്ച കുറച്ച് ആൾക്കാരെ അവൾ കാണുന്നത്. അവരെന്തോ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തൽക്കാലം അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് റോസ് അവിടെ നിന്ന് മാറുകയാണ്. ഇപ്പൊ അവൾ എത്തി നിൽക്കുന്നത് ഒരു ക്ലാസ് റൂമിലാണ്. അവിടെ തന്നെ ഒരു ടേബിളിന്റെ മുകളിലായിട്ട് രണ്ട് കൈപ്പത്തികൾ കാണുന്നുണ്ട്. ചാരത്തിൽ കൈവച്ചാൽ ഉണ്ടാവുന്ന അതുപോലെ ഒരു പാടാണ്. എന്നാൽ ആ പാടുണ്ടായത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ റോസ് ആ ഒരു ടേബിളിന്റെ മുകൾ ഭാഗം തുറന്നു നോക്കുമ്പോൾ ഉള്ളിലായിട്ട് കുറെ പുസ്തകങ്ങളുണ്ട്. അലീഷ എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ ഒരു ടേബിൾ ബോക്സ് ആണിത്. മാത്രമല്ല അത് തുറന്ന സമയത്ത് പല ഇലൂഷൻസും റോസിന് വന്നു പോകുന്നുണ്ട്. അലീഷ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി കാണാൻ ഏകദേശം നമ്മുടെ ഷാരോണിനെ പോലെ തന്നെയാണ്. എന്നാൽ അവൾ ഈ ഒരു സ്കൂളിലേക്ക് വന്ന സമയത്ത് മന്ത്രവാദിനി എന്ന് വിളിച്ചിട്ട് അവളെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും കളിയാക്കാൻ തുടങ്ങി, ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. സോ ആ ഒരു വിഷമെല്ലാം സഹിച്ച് വളരെയധികം കഷ്ടപ്പെടുന്ന അലീഷ എന്ന ആ ഒരു പെൺകുട്ടിയുടെ വിഷ്വൽസ് ഇപ്പൊ റോസിന്റെ കൺമുന്നിലൂടെ അങ്ങനെ ഒന്ന് പോവാണ്. ഇതേ നേരം മുകളിലേക്ക് ആരും ഓടി പോകുന്നത് കണ്ട് അതിന്റെ പിന്നാലെ തന്നെ റോസും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ബാത്റൂം പോലത്തെ ഒരു സ്ഥലമാണ്. അതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെ റോസിന്റെ ഉള്ളിലും വല്ലാത്തൊരു പേടിയും ഭയമൊക്കെ ഇങ്ങനെ വരും. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓരോ ബാത്റൂമുകളും അവൾ തുറന്നു നോക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് അവൾക്കൊരു ഭയോ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അത് നമുക്കും ഫീൽ ആവും കേട്ടോ. എന്തായാലും അവസാനത്തെ ആ ഒരു ഡോറ് തുറന്നു നോക്കിയ സമയത്ത് റോസാകെ ഞെട്ടിപ്പോയി. ഒരു മനുഷ്യനെ വളരെ ക്രൂരമായിട്ട് കൊന്ന് കമ്പിവേലി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു വേലിക്കമ്പി കൊണ്ട് ഇയാളുടെ ദേഹം മടക്കി വെച്ച് ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. അതായത് ഈ പൊതിച്ചോറെല്ലാം നമ്മൾ പൊതിഞ്ഞെടുക്കില്ലേ, ആ പരുവത്തിന്. മാത്രമല്ല ഇയാളുടെ വായിൽ എന്തോ ഒന്ന് തിരികെ വെച്ചിട്ടുണ്ട്, ഒരു പേപ്പറിന്റെ കഷ്ണാണ്. റോസ് തൽക്കാലം അത് എടുക്കുകയാണ്. മാത്രമല്ല മുഖംമൂടി
മുഖംമൂടിയിട്ട ചില ആൾക്കാർ ഇതിലൂടെ നടക്കുന്നുണ്ടല്ലോ, അവർ ആ സമയത്ത് അതിലൂടെ പോകുന്നുണ്ട്. സോ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് റോസ് വേഗം അവിടുന്ന് ഒരു റൂമിൽ കയറിയിട്ട് ലോക്ക് ചെയ്യാണ്. അവരത് കണ്ടു. അവരിപ്പോ റോസിനെ പിടിക്കാനായിട്ട് ആ റൂം തുറക്കാൻ നോക്കുമ്പോഴാണ് ഒരു സൈറൻ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ തന്നെ മുഖംമൂടിയിട്ട ആൾക്കാർ അലേർട്ട് ആവുകയാണ്. അതുപോലെ തന്നെ റോസ് നോക്കുമ്പോൾ ഈ സൈറൻ ശബ്ദം മുഴകിയതിനു ശേഷം അവിടെ ആകെ ഇരുട്ട് പരക്കാൻ തുടങ്ങുകയാണ്. ആ നേരത്താണ് ആ കാഴ്ച അവള് നേരിട്ട് കാണുന്നത്. അതായത് പ്രകാശം വരുന്ന സമയത്ത് ഈ സ്ഥലം അത് നോർമലായിട്ട് തന്നെ, എന്നാൽ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പതിയെ ഇവിടെയുള്ള ഓരോ ഇഞ്ച് സ്ഥലവും അത് മാറിക്കൊണ്ടേയിരിക്കും. രക്തത്താൽ നിറയും ഇവിടെയുള്ള ഓരോ ചുമരുകളും. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ സ്ഥലം മുഴുവൻ ഒരു നരകം പോലെയായിട്ട് മാറും. ഇപ്പൊ റോസ് നോക്കുമ്പോൾ അതൊരു സാധാരണ ബാത്റൂം ആയിരുന്നല്ലോ, എന്നാൽ അത് മുഴുവനായിട്ടും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ഥലം പോലെയായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ബാത്റൂമിൽ വെച്ച് കണ്ട ആ ഒരു കോലുണ്ടല്ലോ, ഒരു മനുഷ്യനെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അതിനിപ്പോ ജീവൻ വെക്കുകയാണ്. അത് പതിയെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഭയം കാരണം റോസ് അതിലൂടെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ വെച്ചാണ് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ കാണിക്കുന്നത്. റോസ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കറക്റ്റ് ഇതേ സ്ഥലത്ത് തന്നെയാണ് ക്രിസ്റ്റഫറും ആ ഒരു പോലീസ് ഓഫീസറും ഉള്ളത്. എന്നാൽ റോസിനെ കാണിക്കുന്ന സമയത്ത് ഇരുട്ട്, അതുപോലെ തന്നെ ഇവരെ കാണിക്കുന്ന സമയത്ത് വെളിച്ചം. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ട് താനും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായോ? അതായത് ഇപ്പോ ക്രിസ്റ്റഫറും പോലീസുകാരനും വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഭൂമിയുടെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ റോസ് പെട്ടിരിക്കുന്ന സൈലന്റ് ഹിൽ എന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു ഡയമെൻഷൻ ആണ്, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്ക് അവൾ പോയിരിക്കുകയാണ്. റിയൽ ആയിട്ടുള്ള സൈലന്റ് ഹിൽ എന്ന ആ ഒരു നഗരത്തിലല്ല അവൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും അവിടെ ഇപ്പോൾ റോസ് ഉണ്ടല്ലോ, അവളുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ക്രിസ്റ്റഫർ ആ ഒരു ഓഫീസറോട് പറയണ, ഓഫീസർ ഇവിടെ എവിടെയോ ഉണ്ട് അവള്, എനിക്ക് അവളുടെ ആ ഒരു സ്മെല്ല് ഫീൽ ആവുന്നുണ്ട്, അവളുടെ പെർഫ്യൂമിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഓഫീസർ പറയണ, വെറുതെ മണ്ടത്തരം പറയാൻ നിൽക്കണ്ട, നീ ആ ഒരു മാസ്ക് വേഗം എടുത്തിട്ടോ, ഭയങ്കര ചാരാണ് ഇവിടെ, വല്ല ഇൻഫെക്ഷനും വരും, ശ്വാസം മുട്ടൽ വരും. ഓഫീസർ പറഞ്ഞുകൊണ്ട് വേഗം അവൻ ആ ഒരു മാസ്ക് ഇടുന്നുണ്ട്. എന്നാൽ ക്രിസ്റ്റഫർ ആ കൺഫ്യൂഷൻ ആയി പോവാണ്. അല്ല, അവളുടെ സ്മെല്ല് എനിക്ക് കിട്ടിയതാണ്, അവള് തൊട്ടടുത്തുള്ളത് പോലെ. അതെ, അവള് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ കഴിയില്ല, വ്യത്യസ്ത ഡയമെൻഷനിലാണ് രണ്ടുപേരും. ഈ നേരത്താണ് മറ്റൊരു കാര്യം റോസ് കാണുന്നത്. അതായത് ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്ന ചുമരും വാതിലും ഇതെല്ലാം പൊളിച്ച് അവൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൂടെ 10 അടി വലുപ്പമുള്ള ഒരു രാക്ഷസനും കയ്യിൽ ഒരു 4-5 മീറ്റർ വലുപ്പമുള്ള വലിയൊരു വാളും ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് കണ്ടാൽ പേടി തോന്നുന്ന ഇരുമ്പിന്റെ ഒരു ഹെൽമെറ്റ്, അതും നീണ്ടൊരു ഹെൽമെറ്റ് ഈ മനുഷ്യന്റെ തലയിലുണ്ട്. മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല, ഒരു രാക്ഷസൻ. ഇതിനെ കണ്ട് തളർന്ന് വീണു പോവാണ് റോസ്. അതായത് ചില സമയത്ത് നമുക്ക് ഭയം കാരണം നമുക്ക് ഓടാന്ന് വിചാരിച്ചാലും ഓടാൻ കഴിയില്ലല്ലോ, കാല് തളർന്ന് അവിടെ വീണുപോയില്ലേ, ആ അവസ്ഥയിൽ റോസ് പെട്ടുപോവാണ്. എന്നാൽ ഭീകരമായിട്ടുള്ള ആ ഒരു വാളെടുത്ത് ഈ ഭീകരനായിട്ടുള്ള മനുഷ്യൻ റോസിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്നും ഒരു കൈ വന്നിട്ട് റോസിനെ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. നോക്കുമ്പോൾ ആരാണ്, മറ്റാരുമല്ല, നമ്മുടെ പോലീസുകാരിയായിട്ടുള്ള സിബിലായിരുന്നു. അത് വേഗം തന്നെ ആ ചെറിയ റൂമിന്റെ ഡോറ് അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴാണ് റോസിന്റെ ആ ഒരു വിലങ്ങ് സിബിൽ അഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഈ റൂമിന്റെ മറുഭാഗത്തായിട്ട് ഒരു ഫാൻ അങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതേ നേരത്താണ് പെട്ടെന്ന് ആ ഇരുമ്പ് ഡോറ് അത് പൊളിച്ചുകൊണ്ടൊരു വലിയ വാൾ ഉള്ളിലേക്ക് വരുന്നത്. ആ രാക്ഷസനെ തന്നെ ഈ വാതിൽ അയാൾ വെട്ടി പൊളിക്കാൻ നോക്കുകയാണ്. ആ ഗ്യാപ്പിലൂടെ ഒരുപാട് പ്രാണികൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ റോസും അതുപോലെ തന്നെ സിബിലും പേടിച്ചരണ്ട് അങ്ങനെ അതിന്റെ ഉള്ളിലിരിക്കുകയാണ്. പിന്നിലേക്ക് പോകാൻ നോക്കിയാൽ അവിടെ വലിയ ആ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് സിബിൽ ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് വെച്ച് ആ ചെറിയ ഹോളിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ രാക്ഷസിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യമില്ല, അയാൾ ഇപ്പൊ ആ ഒരു വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് വരും. പക്ഷെ പെട്ടെന്നാണ് ഒരു സൈറൻ മുഴങ്ങുന്നത്. അപ്പത്തിന് ആ ഒരു വാളുമായിട്ട് രാക്ഷസൻ പോകുന്നുണ്ട്. ആ സ്ഥലമെല്ലാം പഴയതുപോലെ നോർമൽ ആവുകയാണ്. അതായത് പ്രകാശം വന്നു കഴിഞ്ഞവിടെ. ഈ സമയത്ത് റോസ് സിബിലിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് എന്റെ മകളെ കണ്ടുപിടിക്കാൻ ഒന്ന് എന്റെ കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. ഈ റോസിന്റെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ സിബിൽ അതിനെ സഹായിക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ക്ലൂവും റോസിന് കിട്ടിയിട്ടുണ്ട്. കമ്പിവേലി കൊണ്ട് ബാത്റൂമിൽ ഒരുത്തനെ കെട്ടിയിട്ടായിരുന്നല്ലോ, അവന്റെ വായിൽ വെച്ച് ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടിയില്ലേ, അതിൽ ഹോട്ടൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി ഹോട്ടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ഈ സൈലന്റ് ഹില്ലിന്റെ പുറത്ത് റോസിന്റെ ഹസ്ബൻഡ് ക്രിസ്റ്റഫർ എങ്ങനെയെങ്കിലും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട മിസ്റ്ററി അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ സ്ഥലത്തേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയാൻ പറ്റുന്ന ഓരോ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ റോസും സിബിലും കൂടെ ആ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും ആരൊക്കെയോ കരയുന്നതും ചീത്ത പറയുന്നതായിട്ടുള്ള ഒച്ച കേൾക്കാണ്. ഇവര് രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവരെ പോലെ തന്നെ സാധാരണയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇവർ കാണുന്നുണ്ട്. ഈ പെണ്ണാണെങ്കിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രാന്തിയെ പോലെ തോന്നിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ധാലിയ, അവരെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാന്തി, ഇവിടുന്ന് പോ, മന്ത്രവാദി, ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് റോസും സിബിലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയത്, നിങ്ങളെപ്പോലെ വേറെ ആൾക്കാരുണ്ട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയാണ്, അതെ എന്നെ പോലെ വേറെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ മന്ത്രവാദി വിശ്വസിക്കാൻ പാടില്ല കേട്ടോ, ഇവളുടെ അടുത്ത് നിന്നും പരമാവധി പൊയ്ക്കോന്ന് പറയാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് ഇവർ രണ്ടുപേരും ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, അവരെല്ലാവരും ചർച്ചിലുണ്ട്, സേഫായിട്ട് അവിടെ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, വല്ല ഭക്ഷണവും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അതുപോലെ ഈ
പെൺകുട്ടിയെ തൽക്കാലം നമുക്ക് ബെറ്റി എന്ന് വിളിക്കാം. ഇപ്പൊ ബെറ്റി പറയണ വാ നമുക്ക് ചർച്ചിലേക്ക് പോവാം, അവിടെ സേഫ് ആയിട്ട് ഇരിക്കാന്ന് പറയാണ്. അങ്ങനെ ഇവർ ചർച്ചിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് സിബിൽ ഉണ്ടല്ലോ, അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ നിന്നും ഒരു ചിത്രം കിട്ടുകയാണ്. നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് റോസും വരുന്നുണ്ട്. അവർ ആ ഒരു ചിത്രം നോക്കിയപ്പോൾ അത് നമ്മുടെ ഷാരോൺ വരച്ച അതുപോലെ തന്നെയുള്ള ഒരു ചിത്രമായിരുന്നു. ഇപ്പൊ റോസ് സിബിലിനോട് ചോദിക്കുകയാണ്, അല്ല ഇത് ഏത് ഷെൽഫിൽ നിന്നാണ് നിനക്ക് കിട്ടിയത്? ഇപ്പൊ സിബിൽ ആ ഷെൽഫ് കാണിച്ചു കൊടുക്കുകയാണ്. റൂം നമ്പർ 111 ഷെൽഫായിരുന്നു അത്. അതായത് റൂം നമ്പർ 111 പോകൂ എന്നുള്ള ഒരു സിഗ്നൽ അല്ലേ അത്. അതുകൊണ്ട് നമുക്ക് നേരെ ആദ്യം അങ്ങോട്ടേക്ക് പോവാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇതേ നേരം തന്നെ നഗരത്തിന്റെ പുറത്ത് ക്രിസ്റ്റഫർ സൈലന്റ് ഹില്ലിനെ കുറിച്ചുള്ള ഓരോ രഹസ്യങ്ങൾ അറിയാനായിട്ട് പല സ്ഥലത്തും പോയി പല ഡാറ്റകളും പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് ക്രിസ്റ്റഫറിനെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അവന് കിട്ടുന്നുണ്ട്. അതിലൊരു വാർത്ത കണ്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ നഗരത്തിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് ചില ആളുകൾ കൊന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് അലീഷ എന്നായിരുന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ടാണ് ശരിക്കും ക്രിസ്റ്റഫർ ഞെട്ടിയത്. കാരണം ആ ഫോട്ടോയിലുള്ള അലീഷ എന്ന് പറഞ്ഞ പെൺകുട്ടി റോസും ക്രിസ്റ്റഫറും ദത്തെടുത്ത ഷാരോണിന്റെ അതേ രൂപം തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇതിനുശേഷം റോസിനെ കാണിക്കുകയാണ്. അതായത് അവളിപ്പോ ആ ഹോട്ടലിലെ റൂം നമ്പർ 111 പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആ റൂമിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിത്രം അവൾ അവിടെ കാണുകയാണ്. ഒരു കത്തി ഉപയോഗിച്ച് ആ ചിത്രം കീറിയപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വാതിലായിരുന്നു. അത് അപ്പുറത്തെ ബിൽഡിംഗിലേക്ക് കടക്കാനുള്ള ഒരു വാതിലായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, താഴേക്ക് നോക്കുമ്പോൾ കുഴിയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ അപ്പുറത്തേക്ക് ഇവർ എടുത്ത് ചാടുകയാണ്. മറ്റൊരു ബിൽഡിംഗിന്റെ റൂമിലേക്ക് ഇപ്പൊ ഇവർ എത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഇപ്പൊ ആ മുറിയുടെ ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് റോസ് ചെന്ന് നോക്കുമ്പോൾ ഷാരോന്റെ അതേ രൂപമുള്ള വേറൊരു പെൺകുട്ടി. എന്നാൽ കണ്ടാൽ അറിയാം അത് ഷാരോൺ അല്ല. അതുകൊണ്ട് തന്നെ റോസ് ചോദിക്കുകയാണ്, നീ എന്റെ മകളല്ലല്ലോ, നീ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്റെ മകൾ എവിടെ? അവൾക്ക് എന്താ പറ്റിയത്? എന്റെ മകൾ എവിടെയാണെങ്കിലും ഒന്ന് കാണിച്ചതാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഷാരോന്റെ അതേ രൂപമുള്ള ആ ഒരു പെൺകുട്ടി അവളുടെ 2 കൈകളും ഉയർത്തിയപ്പോൾ അതിലാകെ തീ പടരുകയാണ്. ഇതേ നേരം തന്നെ സൈറൻ മുഴങ്ങുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബെറ്റി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് പറയാണ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഓടിക്കും എന്ന് പറയാണ്. അതായത് സെക്കൻഡുകൾ കൊണ്ട് ഇനി ഇവിടെ ആകെ ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ ഇതൊരു നരകാവും. അങ്ങനെ ഇവര് 3 പേരും നേരെ ഓടിപ്പോകുന്നത് ചർച്ചിന്റെ ഭാഗത്തേക്കാണ്. അപ്പൊ ആ ഒരു ചർച്ചിന്റെ ആ ഒരു ചെറിയ കുരിശുള്ള ഭാഗം കണ്ടപ്പോൾ തന്നെ റോസിന് ഓരോ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ കാര്യം ഷാരോൺ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ചർച്ചിന്റെ അടുത്തേക്ക് എത്താനായ സമയത്താണ് ബെറ്റിയെ പോലെ തന്നെ വേറെയും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് റോസും സിബിലും കാണുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ഭീകരമായ തീപിടുത്തം, അതിൽ നിന്നും രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇവർ. പക്ഷെ ഇവരെല്ലാവരും എങ്ങനെയോ ഈ നഗരത്തിൽ കുടുങ്ങിപ്പോയി. അതുപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും ആശ്രയിക്കുന്നത് ആ ഒരു ചർച്ചാണ്. അതിലേക്കാണ് ഇവർ ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അല്പനേരം കൊണ്ട് ഇപ്പൊ ഇരുട്ടാവുകയെ. അങ്ങനെ എല്ലാവരും ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെല്ലാവരും പ്രാന്തിയാണെന്ന് പറയുന്ന ഡാലിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അത് സിബിലിന്റെ കൈ കയറി പിടിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ചേരണ്ട, ഇവരെല്ലാവരും പാപികളാന്ന് പറയാണ്. ഇപ്പൊ പേടിച്ചുപോയി സിബിൽ പറയാണ് വിടെന്റെ കൈ, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയാണ്. എന്നാൽ സിബിലിന്റെ പിന്നാലെ വന്ന റോസ് സ്നേഹത്തോട് കൂടിയിട്ട് ഡാലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് നഷ്ടമായിന്ന്, ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് അവിടെ പോയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് പറയാണ്. എന്നാൽ ഈ ഡാലിയ പറയാണ് നീയും അങ്ങോട്ടേക്ക് പോകരുത്, അവരുടെ പാപത്തിൽ നീ പങ്കാളി ആവരുത്. അതായത് ഇവരുടെ കൂടെ ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഡാലിയ തയ്യാറായിരുന്നില്ല. ഇതേ നേരം തന്നെ ഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യം നടക്കുകയാണ്. അതായത് ഈ സ്ഥലത്തിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു കാര്യം, തലയിൽ ത്രികോണം പോലെയുള്ള ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന ആ രാക്ഷസൻ അവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ജീവനിൽ ഭയന്ന് എല്ലാവരും ചർച്ചിന്റെ ഉള്ളിലേക്ക് ഓടി കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ അവസാനം ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറാൻ നിന്ന ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബെറ്റി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ ഇപ്പോ ഈ രാക്ഷസൻ പിടിക്കുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യം അതെന്നെ കൊണ്ട് ഈ സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അമ്മാതിരി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സീനാണ്. അതെന്തായാലും എനിക്ക് കാണിക്കാൻ കഴിയില്ല. അതായത് ഈ ഒരു വിഷ്വല് ഞാൻ യൂട്യൂബ് ഷോട്ട് വഴി കണ്ടായിരുന്നു. അപ്പൊ ആ ഷോട്ടിൽ ഒരു കമന്റ് ഇങ്ങനെയാണ്, ആ സ്ത്രീയുടെ വസ്ത്രം 2 തവണ ആ രാക്ഷസന് ഊരിക്കളഞ്ഞു എന്ന്. അതായത് ആദ്യം ഊരിക്കളഞ്ഞത് അവളുടെ സാധാരണ വസ്ത്രം, രണ്ടാമത് ഊരിയത് അവളുടെ സ്കിന്നായിരുന്നു. അവളുടെ ദേഹത്തിൽ ഇറുക്കി പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് ആ രാക്ഷസന്റെ കൈ കൊണ്ട് അമർത്തി അവളുടെ തൊലി വലിച്ചങ്ങോട്ട് എടുക്കുകയാണ്. വെറും ഇറച്ചി മാത്രം പോലെയുള്ള ഒരു രൂപമായിട്ട് മാറുന്നുണ്ട് അവള്. എന്നിട്ട് ആ തൊലി ഉണ്ടല്ലോ ചർച്ചിന്റെ ഉള്ളിലേക്ക് ഒരു എയറാണ്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും ഭയന്നങ്ങനെ വിറച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷ്വലൊക്കെ കാണണമെങ്കിൽ വേണമെങ്കിൽ സിനിമ പോയി കണ്ടാൽ മതി കേട്ടാ. പിന്നെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, പറ്റുവാണെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇപ്പൊ ആദ്യത്തെ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. എന്തായാലും ഭീകരമായ ഈ സംഭവത്തിന് ശേഷം ഇവരെല്ലാവരും ചർച്ചിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ. റോസും അതുപോലെ തന്നെ സിബിലും ഇപ്പൊ തൽക്കാലം സേഫ് ആണ്. എന്നാൽ ഇതിനുശേഷം ആ ചർച്ചിലുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം മാറുകയാണ്. ഇവർ പറയണേ ഇപ്പൊ പുതുതായിട്ട് വന്നു കയറിയ റോസും സിബിലും മന്ത്രവാദികളാണ്, അതുകൊണ്ട് അവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ സൈബിൽ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് മുകളിലേക്ക് നോക്കി ഒരൊറ്റ പൊട്ടിക്കലാണ്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ അവളുടെ ഗണ്ണിൽ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ബുള്ളറ്റ് ആയിരുന്നു. അതിപ്പോ തീർന്നിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. പിന്നീട് ഉണ്ടയില്ലാത്ത ആ ഒരു ഗണ്ണും വെച്ചാണ് ഇവരെ പേടിപ്പിക്കുന്നത്. എല്ലാവരും ആ ഒരു ഭയത്തിൽ നിൽക്കുമ്പോഴാണ് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ പേര് ക്രിസ്റ്റാബെല്ല എന്നാണ്. ഈ ക്രിസ്റ്റാബെല്ല എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാവർക്കും പറ്റിയത്, എന്താണ് പ്രശ്നം. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും ഭയത്തോടു കൂടെ പറയാണ്, ഇവര് മന്ത്രവാദികളാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാവുന്നു. ഇപ്പൊ ഈ ഒരു ക്രിസ്റ്റാബെല്ല പറയണത്, നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. എന്നാൽ ആ പ്രാർത്ഥന എല്ലാം കുറച്ചധികം വ്യത്യസ്തമായിരുന്നു കേട്ടോ. അതുപോലെ 10-30 വർഷങ്ങൾക്ക് മുന്നേ ഈ നഗരത്തിന് തീപിടിച്ച് കുറെ പേര് മരിച്ച് ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടായിരുന്നല്ലോ. ഈ രക്ഷപ്പെട്ട ആൾക്കാർ കുറെ വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. ഇതിനുശേഷം മകളുടെ രഹസ്യം അന്വേഷിച്ചു പോകുന്ന ക്രിസ്റ്റഫർ അവസാനം എത്തുന്നത് അവളെ ദത്തെടുത്ത ആ ഒരു ഓർഫനേജ് ഉണ്ടല്ലോ അവിടെയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ കന്യാസ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എന്റെ മോൾ ആരാണ്, എവിടുന്നാണ് അവള് വന്നത്, 30 വർഷം മുന്നേ മരിച്ചുപോയ അലീഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് എന്താണ് എന്റെ മകളുടെ ബന്ധം, എന്തുകൊണ്ടാണ് അവളെ കാണാൻ അതുപോലെ തന്നെ. ഇപ്പൊ ആ ഒരു സിസ്റ്റർ ആണെങ്കിൽ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് തുറന്നു പറയുന്നില്ല. അപ്പൊ അവരെ ബലമായിട്ട് തന്നെ പിടിച്ചു വെച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു ഓഫീസർ വരികയാണ്. ഓഫീസർ വന്ന പാട് തന്നെ ഇപ്പൊ ക്രിസ്റ്റഫറിനോട് ഒന്ന് അടങ്ങിയിരിക്കാൻ പറയാണ്. എന്നിട്ട് ക്രിസ്റ്റഫറോട് 2 ഓഫർ കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ടിരിക്കുക, ഞങ്ങൾ ഈ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളും, ഞങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ തരാം, അല്ലെങ്കിൽ അലമ്പാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയിടും. ഇപ്പൊ ക്രിസ്റ്റഫർ പറയാണ്, സാറേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അതും അമാനുഷികമായ ചില കാര്യങ്ങൾ. ഇപ്പൊ ആ ഒരു ഓഫീസർ പറയാണ്, അറിയാം, നിങ്ങൾ എന്റെ ഈ 2 കൈകൾ കണ്ടോ. ഇത് പറഞ്ഞ ഓഫീസർ അദ്ദേഹത്തിന്റെ കൈകൾ കാണിച്ചു കൊടുക്കണം. 2 കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു, തൊലിയെല്ലാം ഉരുകിയ അവസ്ഥയിൽ. നിങ്ങൾ തേടുന്ന ആ ഒരു പെൺകുട്ടി അലീഷ, അവൾക്ക് എന്താ സംഭവിച്ചതെന്നും അവൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചാൽ മരിച്ചെന്നും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇതിന്റെ രഹസ്യം തേടി നിങ്ങൾ അതിന്റെ പിറകാലെ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് വേഗം ഇവിടുന്ന് പൊയ്ക്കുമെന്ന് പറയണം. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ഡാർക്ക് ഡയമെൻഷനിൽ പെട്ടുകിടക്കുന്ന ആ ആളുകളെയാണ്. അവിടെ ഇപ്പോൾ ക്രിസ്റ്റാബെല്ലയുണ്ട്. ക്രിസ്റ്റാബെല്ലയുടെ അടുത്തേക്ക് റോസും അതുപോലെ തന്നെ സിബിലും ചെല്ലുന്നുണ്ട്. ഇപ്പൊ റോസ് അവളുടെ കാര്യങ്ങൾ പറയണം. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എന്റെ മകളെ കാണാതായിട്ടുണ്ട്, എനിക്ക് അവളെ കണ്ടുപിടിക്കണം. ഇതേ നേരത്തെ തന്നെ ക്രിസ്റ്റാബെല്ല പറയാണ്, നീ പറയുന്നത് പോലെ നിന്റെ മകളെ തേടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല. കാരണം ഈ ലോകം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഡീമണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ചേരാം, ഞാനിങ്ങനെ പ്രാർത്ഥനകൾ നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ജീവനോട് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ റോസ് പറയാണ്, എനിക്ക് അതൊന്നും അറിയണ്ട, എനിക്ക് എന്റെ മകളെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. റോസിന്റെ ആ ഒരു വാശി കണ്ടപ്പോൾ ക്രിസ്റ്റാബെല്ല പറയണ, ശരി, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. എന്നാൽ ആ വഴി കാണിച്ചു തരാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിയുള്ളൂ എന്ന് പറയണം. അങ്ങനെ ക്രിസ്റ്റാബെല്ല പറഞ്ഞതനുസരിച്ച് അവരുടെ ആൾക്കാർ ഒരു പ്രത്യേകതരം വസ്ത്രം അണിയാണ്. ഈ തീപ്പൊളൊന്നും ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേകതരം വസ്ത്രമാണത്. അതുപോലെ തന്നെ റോസ് ഇപ്പോൾ സിബിലിനോട് പറയാണ്, സത്യം പറഞ്ഞാൽ അവളെന്റെ യഥാർത്ഥ മകളല്ല, അവളെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇനി എന്തൊക്കെ വന്നാലും ശരി, എന്റെ മോളില്ലാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. പക്ഷേ നിങ്ങളുടെ റിസ്ക് എടുക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ വരണ്ടെന്ന് സിബിൽ പറയാണ്. അപ്പൊ സിബിൽ പറയണ, ഏയ് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നിന്റെ കൂടെ ഞാനും വരാന്ന് പറയണം. അങ്ങനെ ഈ ക്രിസ്റ്റാബെല്ലയുടെ ആൾക്കാരുടെ കൂടെ റോസും അതുപോലെ തന്നെ സിബിലും നേരെ ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിന്റെ ഒരു മാപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ ക്രിസ്റ്റാബെല്ല പറയണ, എല്ലാം ഇവിടെ നിന്നാണ് ആരംഭിച്ചത്, ഇത് ബേസ്മെന്റിലാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്ക്, ചിലപ്പോൾ അവിടെ വെച്ച് ചിലപ്പോൾ നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ ബിൽഡിങ്ങിന്റെ മാപ്പും ഇവിടെ ഉണ്ട്, ഇതൊന്നും മനപ്പാടമാക്കിയേക്കെന്ന് പറയണം. കാരണം അവിടെ ഉള്ളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഈ വഴി അറിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. പിന്നീട് അവർക്ക് പോവേണ്ട ആ ഒരു ലിഫ്റ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ നേരം തന്നെ റോസിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെയിന് ചർച്ചിൽ വെച്ച് അവിടെയുള്ള ആൾക്കാർ പിടിച്ചു വലിച്ചു വാങ്ങിയായിരുന്നു. ഇപ്പൊ ആ ഒരു ചെയിൻ ക്രിസ്റ്റാബെല്ല റോസിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, പക്ഷേ മറ്റൊരാളുടെയും മുതൽ ഞങ്ങൾ കക്കാറില്ല. ഇത് പറഞ്ഞിട്ടാണ് ആ ഒരു ചെയിൻ റോസിന് ഈ ക്രിസ്റ്റാബെല്ല കൊടുക്കുന്നത്. ആ നേരത്ത് ആ ചെയിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിത്രം ഇപ്പൊ ക്രിസ്റ്റാബെല്ല കാണുന്നുണ്ട്. അവരാകെ ഞെട്ടിപ്പോയി. അവര് പലരും വിളിക്കുകയാണ്, അലീഷയുടെ അതേ രൂപമുള്ള പെണ്ണ് തന്നെയാണ് ഈ റോസിന്റെയും മകള്, അതായത് ഷാരോണ്. അതുകൊണ്ട് ഇവരെയും പിടിച്ചു കെട്ടാൻ വേണ്ടി പറയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ സ്വഭാവം മാറിയത് കണ്ടോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് സിബിൽ പറയണം, ആരും അടുത്തു പോകരുത്. അതുപോലെ തന്നെ റോസിനോട് പറയണത്, റോസെ നീ താഴേക്ക് പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ റോസിനെ താഴേക്ക് വിട്ട് ഇപ്പൊ ഇവരുടെ കാര്യം സിബിൽ നോക്കുകയാണ്. എന്നാൽ അവളുടെ ആ ഒരു ഗണ്ണെല്ലാം തട്ടി തെറിപ്പിച്ച് ക്രിസ്റ്റാബെല്ലയുടെ ആൾക്കാർ പാവം സിബിലിനെ അടിച്ച് ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവര് വിചാരിക്കുന്നത് ഇവരെ ഇല്ലാതാക്കാൻ വന്ന ആ മന്ത്രവാദിയുടെ ആൾക്കാരാണ് ഈ റോസും സിബിലും എന്നാണ്. എന്തായാലും ഇതേ നേരം താഴെ റോസ് എത്തിയിട്ടുണ്ട്. പിന്നീട് ആ ഒരു ബേസ്മെന്റിലൂടെ നടക്കുന്ന സമയത്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ്. അതായത് ആശുപത്രി, ഹോസ്പിറ്റല്, നഴ്സുമാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയൊരു പേടി നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്നാൽ ആ നഴ്സുമാരുണ്ടല്ലോ ഒരു പ്രത്യേക രീതിയിൽ നിന്നാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഒരു കൂട്ടം നഴ്സുമാര്. അവർക്ക് കണ്ണില്ല, മൂക്കില്ല, വായില്ല, ചെവിയില്ല, മനുഷ്യരുമായി രൂപസാദൃശ്യമുള്ള എന്തോ ഒരു ജീവി. അവറ്റകൾ ഇട്ടിരിക്കുന്നത് നഴ്സിന്റെ വസ്ത്രങ്ങളാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് റോസ് ടോർച്ച് അടിച്ച സമയത്ത് ഇവറ്റകളെല്ലാം കൂടെ പതിയെ റോസിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ റോസിന് മനസ്സിലായി, വിളിച്ചാണ് അവർ ഈ റോസിന്റെ അടുത്തേക്ക് വരാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ റോസ് ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇവരുടെ ഇടയിലൂടെ പതിയെ പോവുകയാണ്. വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ റോസിനെ അവർ സെൻസ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ എങ്ങനെയോ അവർക്കിടയിലൂടെ ഒരു മനുഷ്യൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായി.
മനസ്സിലാക്കി കൂട്ടത്തിലെ ഒരു ഡീമൺ റോസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് റോസ് അവളുടെ കയ്യിലെ ടോർച്ച് ഒരു ഭാഗത്ത് വെച്ച് അത് കത്തിച്ചു വെക്കാണ്. അപ്പൊ ആ വെളിച്ചം കണ്ട ഭാഗത്തേക്കെല്ലാം ഈ ഡീമൺസ് പോവാണ്. അതുകൊണ്ട് റോസിന് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിന്നീട് ആ ബേസ്മെന്റിലൂടെ റോസ് മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് എന്തൊക്കെയോ ഇലൂഷൻസിലേക്ക് അവൾ പെട്ടുപോവാണ്. വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് കാണാൻ കഴിയാണ്. റോസിന്റെ മകളായിട്ടുള്ള ഷാരോന്റെ അതേ രൂപസാദൃശ്യമുള്ള അലീഷ, അച്ഛനൊന്നുമില്ലാതെ വ്യത്യസ്തമായ രീതിയിൽ ജനിച്ച കുഞ്ഞാണ് ഈ അലീഷ. ആ കുട്ടി ചെറിയ പ്രായത്തിലെ സ്കൂളിൽ പോയ സമയത്ത് അവൾ ഒരു മന്ത്രവാദിയാണ്, ഒരു ചെകുത്താനാണ്, ഡീമനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അവളെ ഉപദ്രവിക്കുകയായിരുന്നു, അപമാനിക്കുകയായിരുന്നു. അന്ന് ആ ചെറിയ കുട്ടി അനുഭവിച്ച ഓരോ കാര്യങ്ങളും കൺമുന്നിൽ നടക്കുന്നത് പോലെ ഇപ്പൊ റോസിന് കാണാൻ കഴിയാണ്. അങ്ങനെ ഒരു ദിവസം അപമാനവും അതുപോലെ തന്നെ ഉപദ്രവവും സഹിക്കാൻ കഴിയാതെ അലീഷ ഓടിച്ചെന്ന് ബാത്റൂമിലേക്ക് കയറുകയാണ്. ആ നേരത്ത് അവിടെ ക്ലീനിങ്ങിനായിട്ട് ഒരാളുണ്ടായിരുന്നു, ഒരു നരാധമൻ. അയാളുടെ മുന്നിലേക്കാണ് അലീഷ ചെന്ന് കയറിക്കൊടുത്തത്. പിന്നീട് ആ കുഞ്ഞിനെ അയാൾ എന്ത് കാണിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൊടും പാപം അനുഭവിച്ചതിന് ശേഷം ഇതൊന്നും ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന അലീഷയ്ക്ക് മറ്റൊരു ദുരന്തം കൂടെ നേരിടേണ്ടി വരികയാണ്. അവളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ക്രിസ്റ്റാബെല്ല, നമ്മൾ മുന്നേ കണ്ട ആ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ടുള്ള ആ സ്ത്രീ തന്നെ, അവർ ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അവര് വന്നിട്ട് അലീഷയുടെ അമ്മയോട് പറയാണ്, നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അതെന്തായാലും മാറ്റണം. അവളൊരു ഡീമനാണ്, ചില ക്രിയകൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് മകളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഹോട്ടലിലേക്ക് നീ അവളെ കൊണ്ടുവരണമെന്ന് പറയാം. അങ്ങനെ ക്രിസ്റ്റാബെല്ല പറയുന്നതും കേട്ട് വിശ്വസിച്ച് ആ ഹോട്ടലിലേക്ക് ഇപ്പോൾ അലീഷയെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നാൽ സ്വന്തം മകളെ അങ്ങനെ ഒരു ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റല്ലേ? എന്നാൽ ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു തന്റെ മകളെ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും ഹോട്ടലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം റൂം നമ്പർ 111 കൊണ്ടുപോകുന്നത്. പുറത്തു നോക്കുമ്പോൾ അതൊരു സാധാരണ റൂം ആണെങ്കിലും അതിന്റെ ഉള്ളിൽ വിശാലമായ പ്രാർത്ഥനകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം ആഭിചാരം പോലെയുള്ള ചില ക്രിയകൾ, ഒരു കൾട്ട് ഗ്രൂപ്പും അവരുടെ ഭ്രാന്തമായ ആചാരങ്ങളും. പിന്നീട് ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഏറ്റവും വലിയ മഹാഭാവം അതായിരുന്നു. ആ റൂമിന്റെ നടുവിലായിട്ട് കിണർ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനടിയിൽ ഒരുപാട് കണലുകൾ കത്തിച്ച് ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അതിന്റെ മുകളിലായിട്ട് ഗ്രില്ല് പോലൊരു കമ്പിയുണ്ട്. അതിന് മുകളിൽ അലീഷ ഇവർ കെട്ടിയിടുകയാണ്. എന്നിട്ട് ചെകുത്താനാണെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇവർ ബലി കൊടുക്കുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അലീഷയുടെ അമ്മ അറിയുന്നില്ല. അവരതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം ആ തീക്കണലിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണല്ലോ പാവം അലീഷയെ. അവളുടെ ദേഹത്ത് ചൂടടിച്ച് അവളുടെ സ്കിന്ന് പതിയെ 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 വെന്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? എന്നാൽ ഈ സമയത്താണ് ആ കിണർ തകർന്നു പോകുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു വല്ലാത്ത തീ പുറത്തേക്ക് വന്നു. ആ തീയാണ് പിന്നീട് ഈ നഗരം മുഴുവൻ പടർന്നു പിടിച്ചത്. കുറെ പേരെല്ലാം അതിൽപ്പെട്ട് വെന്ത് മരിച്ചുപോയി, ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്താണ് അലീഷയുടെ അമ്മ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു പോലീസുകാർ ഇവിടെ എത്തുന്നത്. അവര് വന്നു നോക്കുമ്പോൾ ആ ഗ്രില്ലിന്റെ മുകളിൽ വെന്ത് കിടക്കുന്ന അലീഷയുടെ ശരീരം. ഇപ്പൊ ഓഫീസർ അവളുടെ ശരീരം അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ആ നേരത്താണ് ഈ ഓഫീസറുടെ കൈകൾ പൊള്ളിപ്പോയത്. മാത്രമല്ല തന്റെ മോൾക്ക് സംഭവിച്ച ഈ ഒരു കാര്യം ഇത് നേരിട്ട് കണ്ട ഈ അലീഷയുടെ അമ്മ ഒരു ഭ്രാന്തിയായി പോവുകയാണ്. അവരുടെ മാനസിക നില തന്നെ തെറ്റിപ്പോവാണ്. ആ സ്ത്രീ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ഭ്രാന്തിയാണ്, മന്ത്രവാദി എന്ന് പറയുന്ന ഡാലിയ. റോസ് ആദ്യമായിട്ട് ഈ നഗരത്തിൽ പെട്ടുപോയപ്പോൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് തന്നെ. പിന്നീട് അന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ അലീഷ അവളുടെ ആ ഒരു ശരീരം വെന്തുരുകി പോയിരുന്നല്ലോ, മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാളോട് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രൂരത അത് ചെയ്ത് ആ വേദനയിൽ അവൾ അങ്ങനെ കിടന്ന് പെട്ടയുന്ന സമയത്ത് അവളുടെ അരികിലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? ഇത്രത്തോളം നിന്നെ വേദനിപ്പിച്ച് ഇവരോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? ശരിക്കും അതായിരുന്നു ആ ഒരു ഡീമൺ. അവിടെ വെച്ച് അലീഷ ആ ഡീമന് കൈ കൊടുത്തു, എനിക്ക് അവരോട് പ്രതികാരം വീട്ടണം എന്ന രീതിയിൽ. അങ്ങനെ അതിനുശേഷമാണ് ഈ ഡീമൺ ഈ ഒരു നഗരത്തെ ഒരു നരകം പോലെയാക്കി മാറ്റി ഇതിനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയത്. അലീഷയോട് ഈ പാപം ചെയ്ത എല്ലാവരെയും അവിടെ കൊണ്ടുപോയി കുടുക്കിയിട്ടത്. ഈ കാര്യങ്ങളെല്ലാം റോസ് ആ ഒരു എന്താ പറയാ ഹാലൂസിനേഷനിലൂടെ കാണുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. മാത്രമല്ല ഇപ്പൊ റോസിന്റെ അരിയിലേക്ക് ആ ഡീമൺ വരുന്നുണ്ട്. അതിനിപ്പോ അലീഷയുടെ രൂപമാണ്. ഇപ്പൊ ആ ഒരു ഡീമനോട് റോസ് ചോദിക്കുന്നുണ്ട്, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, പക്ഷേ ആരാണ് എന്റെ മകൾ ഷാരോൺ? എന്നെയും എന്റെ മകളെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാ? ഈ സമയത്താണ് ഈ ഡീമൺ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അതായത് അന്ന് വെന്ത ശരീരവുമായിട്ട് കിടന്ന അലീഷ ഉണ്ടല്ലോ, അവൾ മരിച്ചിട്ടില്ലായിരുന്നു. അവൾ ആ നേരത്തെ ഗർഭിണിയായിരുന്നു. അന്ന് ആ ബാത്റൂമിൽ വെച്ച് ഒരാൾ അവളെ റേപ്പ് ചെയ്തിട്ടില്ലേ, അയാള് കാരണം. അതുപോലെ നിങ്ങൾക്ക് വേറൊരു സീൻ ഓർമ്മയുണ്ടോ? ബാത്റൂമിൽ വളരെ ക്രൂരമായിട്ട് മുള്ളു കമ്പി കൊണ്ട് ഒരുത്തിനെ കെട്ടിയിട്ട് കണ്ടായിരുന്നില്ലേ? ആ ആള് തന്നെയാണ് അലീഷ അന്ന് റേപ്പ് ചെയ്ത ആള്. അയാൾ അർഹിച്ചത് തന്നെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ മരണവേദനയിൽ കിടക്കുമ്പോഴും അലീഷ ഗർഭിണിയായിരുന്നല്ലോ, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ഷാരോൺ. പിന്നീട് അന്ന് പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ ഒരു ചർച്ചിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചത് മറ്റാരുമല്ല, ഈ ഒരു ഡീമൺ തന്നെയാണ്. ഈ ഡീമൺ പിന്നീട് അലീഷയുടെ ആഗ്രഹപ്രകാരം ഇവിടെയുള്ള അവളെ ദ്രോഹിച്ച
എല്ലാവരെയും വളരെ ക്രൂരമായിട്ട് തന്നെ ശിക്ഷിച്ച് പണിഷ് ചെയ്തു. എന്നാൽ കുറച്ച് ആളുകൾ ആ ചർച്ചിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ദൈവിക ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡീമൺ അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ പണിഷ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ പണിഷ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടെ അവർ അർഹിക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ട് റോസിനെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിരുന്നു ഷാരോണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതായത് തന്റെ അമ്മയ്ക്ക് സംഭവിച്ച ആ ഒരു ക്രൂരമായ കാര്യം അതിന് പ്രതികാരം വീട്ടാൻ തന്നെയാണ് ഷാരോൺ എന്ന ആ ഒരു കുട്ടിയെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡീമൺ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ എവിടെയോ തന്നെ ഷാരോൺ സേഫ് ആയിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ ചെയ്തു തീർക്കേണ്ട ആ ഒരു റിവെഞ്ച് ഈ ഡീമണ് ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ അലീഷയുടെ വെന്തുരുകിയ ആ ഒരു ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് റോസ് നോക്കുകയാണ്. ഈ നേരത്ത് ആ ഡീമൺ വന്ന് പതിയെ റോസിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി. ഇനിയാണ് അവളുടെ സംഹാര താണ്ഡവം അത് ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു നേരം നിങ്ങൾ വിചാരിച്ചില്ലേ ഡീമൺ അവൻ തന്നെയാണ് നല്ലത്, അവൻ തന്നെയാണ് ശരിയെന്ന്? ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ചെകുത്താന്മാരും ഓരോ ക്രൂരമായ പണിഷ്മെന്റും അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടി ഈ ഒരു ഡീമൺ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ ഇതേ നേരം തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച ഷാരോണിനെ ഈ ക്രിസ്റ്റാബെല്ലിയുടെ ആൾക്കാർ കണ്ടുപിടിച്ച് ഇവർ ഈ ഷാരോണിനെ തൂക്കിയെടുത്തുകൊണ്ട് നേരെ ആ ഒരു ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. കാരണം അവിടെ വെച്ച് ഇവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെയുള്ള യാതൊരു ഡീമൺസും അതിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടുവന്ന ഷാരോണിനെയും പണ്ട് എന്താണോ അലീഷ്യ ചെയ്തത് അതുപോലെ തന്നെ ഇവർ ചെയ്യാൻ പോവാണ്. അതായത് ഡീമൺസിനെ ഇല്ലാതാക്കണം. ക്രിസ്റ്റാബെല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ വിശ്വസിച്ച് അവളുടെ കൂടെ ഇതേ ക്രൂരകൃത്യങ്ങൾ അന്ന് ചെയ്തതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഈ ആൾക്കാർ വീണ്ടും ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാരോൺ. ഈ നേരത്ത് ഷാരോണിനോട് ഒരാൾ പറയുന്നുണ്ട്, പേടിക്കേണ്ട മോളെ, നിന്റെ അമ്മ നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നു. നോക്കുമ്പോൾ അത് പറഞ്ഞത് ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ പോലീസുകാരിയായിട്ടുള്ള സിബിലായിരുന്നു. അവൾ ഇവർ നേരത്തെ ക്രൂരമായി അടിച്ചു എന്ന് പറയുന്നില്ലേ? ഇപ്പൊ അടിച്ച് ഒരു ഗ്രില്ല് പോലെയുള്ള സാധനത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ സിബിൽ ഒരു കാര്യം പറയണം, മോളെ നിന്നെ തേടി നിന്റെ അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും, നിന്നെ രക്ഷപ്പെടുത്തും, മോള് പേടിക്കേണ്ട കേട്ടോ. ഇത് കേട്ട സമയത്ത് ക്രിസ്റ്റാബെല്ല പറയാണ്, ആ നോക്കാം ആരാ ഇങ്ങോട്ടേക്ക് വരിക, ആരാണ് അവസാനം ഇല്ലാതാവുക. ആദ്യം ഇവളെ കത്തിക്കടാന്ന് പറയാണ്. സിബിലിനെ കെട്ടിയിട്ട് ആ ഒരു ഗ്രില്ല് ഇപ്പോൾ പതിയെ താഴ്ത്തുകയാണ് കേട്ടോ. ആ നേരത്തെ ആ ഒരു ചൂടടിച്ച് അവളുടെ സ്കിന്നെല്ലാം കിടന്ന് പതിയെ കരിയാൻ തുടങ്ങുകയാണ്. ആ നേരത്തെ കരഞ്ഞുകൊണ്ട് തന്നെ സിബിൽ പറയുന്നുണ്ട്, എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം കണ്ട് ഭയന്ന് ഷാരോണും കരയുന്നുണ്ട്. ഈ നേരത്തെ ക്രിസ്റ്റാബെല്ല ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ ഈ ലോകത്തെ നശിപ്പിച്ച ഈ ചെകുത്താനെ നമ്മൾ ഇന്ന് ഇല്ലാതാക്കും, നമ്മൾ പ്രതികാരം വീട്ടും. എന്നാൽ ഈ നേരത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല, എന്റെ മകളെ ഒന്ന് തൊടാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. നോക്കുമ്പോൾ ആരാണ്? റോസ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എല്ലാവരും അവളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും അവൾ തള്ളി മാറ്റുകയാണ്. എന്നാൽ എല്ലാവരും കൂടെ വന്നിട്ട് അവളെ പൊതിഞ്ഞ് പിടിക്കാൻ നോക്കുമ്പോൾ റോസ് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, മൂഢന്മാരെ, ഈ വിഡ്ഢി പറയുന്നതും കേട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതാണ് മഹാപാപം. വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കൊടും പാപാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ ലോകം മുഴുവനായിട്ട് നശിച്ചിട്ടൊന്നുമില്ല. ഈ നഗരത്തിന് പുറത്ത് ലോകം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും മനുഷ്യർ പഴയതുപോലെ ജീവിക്കുന്നുണ്ട്. ഈ മൂഢവിശ്വാസിയായിട്ടുള്ള നിങ്ങളുടെ ഈ നേതാവ് അവരാണ് നിങ്ങൾ ഈ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടത്. അവളെ വിശ്വസിക്കരുതെന്ന് പറയാണ്. ഇതേ നേരം ഒരു കത്തിയുമായിട്ട് വന്ന ക്രിസ്റ്റാബെല്ല റോസിന്റെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുകയാണ്. നെഞ്ചിൽ വലിയൊരു മുറിവുണ്ടായി. ആ മുറിവിലൂടെ ഒരുപാട് രക്തം പുറത്തേക്ക് വന്ന റോസ് അവിടെ വീണു പോവാണ്. എന്നാൽ അവളുടെ ഉള്ളിൽ നിന്നും വന്നത് രക്തമായിരുന്നില്ല, പകരം ഒരു കറുത്ത ദ്രാവകമായിരുന്നു. ആ ദ്രാവകം നിലത്ത് വീണ സമയത്ത് ഒരു പ്രത്യേകതരം പോർട്ടൽ അവിടെ രൂപപ്പെടുകയാണ്, ഒരു കുഴി പോലെ. അതോടൊപ്പം തന്നെ റോസിന്റെ നെഞ്ചിലെ ആ ഒരു മുറിവ് ഉണങ്ങുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഉണ്ടായ ആ ഒരു പോർട്ടൽ ഉണ്ടല്ലോ, അതിനടിയിൽ നിന്നും പതിയെ ഒരു കട്ടില് മുകളിലേക്ക് പൊന്തി വരികയാണ്. അതായത് അലീഷ എന്ന ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ അനുഭവിച്ച കാര്യങ്ങൾ ഇവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ആ പെൺകുട്ടി അവളുടെ ശരീരം മുഴുവൻ ഒഴുകിയിട്ട് ആ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ആ ഒരു കാഴ്ച ഇവരിങ്ങനെ നേരിട്ട് കാണുകയാണ് കേട്ടോ. ഇതിന് കാരണക്കാരൊക്കെ ആരാണ്? ഇവിടെ നിൽക്കുന്ന ഈ എല്ലാവരും ക്രിസ്റ്റാബെല്ലയും അവരുടെ ആൾക്കാരും മൂഢമായ വിശ്വാസത്തിന്റെ പേരിൽ ഇവരെന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്, അതിന്റെ പ്രതിഫലം മേടിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇപ്പൊ താഴെ നിന്നും ആ കുഴിയിൽ നിന്നും അലീഷയുടെ ആ ഒരു ബെഡ് മാത്രമല്ല മുകളിലേക്ക് ഉയർന്നു വന്നത്, അതിന്റെ കൂടെ ഇരുമ്പ് കമ്പിവേലികൾ ഉണ്ടല്ലോ അതുകൂടെ വരികയാണ്. എന്നിട്ട് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ ദേഹത്തും അതങ്ങനെ ചുറ്റുന്നുണ്ട്. ഓരോ കമ്പികളും ചുട്ടു പഴുക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്ത് ആ കുഴിയിൽ നിന്നും നരകത്തിൽ നിന്നും കയറി വരുന്ന ഒരു ഡീമനെ പോലെ അവളും വരുന്നുണ്ട്. അതായത് അലീഷയെ സഹായിച്ച ആ ഡീമൻ ഇപ്പൊ അവളുടെ മുന്നിൽ 2 കൈയും 2 കാലും താഴേക്ക് 4 ഭാഗത്തേക്ക് വലിച്ചു നീട്ടിയ അവസ്ഥയിൽ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്ടിന്റെ ഉള്ളിലൂടെ ഈ കമ്പികൾ ഒരുപാട് തവണ കയറ്റി ഇറക്കുകയാണ്. ശരീരത്തിൽ 1000 കത്തികളൊക്കെ കുത്തി ഇറക്കുക എന്ന് പറയില്ലേ, അതുപോലെ അത്രയും ക്രൂരമായി പീഡിപ്പിച്ച് തന്നെ ക്രിസ്റ്റാബെല്ലെ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണ്. അവളെ മാത്രമല്ല അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അതുപോലെ തന്നെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. ഇപ്പൊ ആ ചോരയില് അലീഷയെ സഹായിച്ച ഡീമൻ നൃത്തം വെക്കുകയാണ്. ഇതിനിടയിൽ നിന്നും ഷാരോണിനെ റോസ് പോയിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അലീഷയുടെ അമ്മയായിട്ടുള്ള ഡാലിയ ഉണ്ടായിരുന്നു. അലീഷയ്ക്ക് അങ്ങനെ സംഭവിക്കാൻ ഡാലിയ കൂടെ കാരണക്കാരിയാണല്ലോ. എന്നാൽ അമ്മയെ അവൾ കൊല്ലുന്നില്ല കേട്ടോ, അവരെ വെറുതെ വിടുകയാണ്. ഇതേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാലിയുടെ അടുത്തേക്ക് വന്നിട്ട് റോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ അതിത് തന്നെയാണ്, നിങ്ങൾ ജീവനോടെ ഇരിക്കണം. പിന്നീട് ഷാരോണിനെയും കൂട്ടി റോസ് നേരെ കാറിലേക്ക് പോവാണ് കേട്ടോ. അതായത് മകളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ സ്ത്രീ കാണിച്ച ആ ധൈര്യം നോക്കിയേ. നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ റിസ്ക് എടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങളൊരു അച്ഛനാണെങ്കിൽ ഇത്രയൊക്കെ റിസ്ക് എടുക്കുമോ? എന്തായാലും ഷാരോണിനെ കാറിൽ
കയറ്റിയിട്ട് റോസ് അവിടുന്ന് ആ ഒരു കാർ ഓടിച്ചു പോകാൻ കേട്ടോ. ഇത്തവണ ആ റോഡിന് കുറുകെയായിട്ട് വലിയ കൊക്കയില്ല. അവിടെ ആ റോഡ് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. പോകാൻ നേരത്ത് റോസ് അവളുടെ ഹസ്ബൻഡ് ക്രിസ്റ്റഫറിനെ വിളിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. എന്നാൽ അവിടെ കോൾ അറ്റൻഡ് ചെയ്ത ക്രിസ്റ്റഫർ ഇതൊന്നും കേൾക്കുന്നില്ല. ക്രിസ്റ്റഫർ ഇങ്ങനെ ഹലോ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റോസും അതുപോലെ തന്നെ ഷാരോണും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ആകെ ഒരു പുകമറയായിരുന്നു. ഇതേ നേരം തന്നെ റോസിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ക്രിസ്റ്റഫറെ കാണിക്കുകയാണ്. എന്നാൽ അവനെ കാണിക്കുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള അവസ്ഥ തന്നെ. ഇപ്പൊ ക്രിസ്റ്റഫർക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവൻ അവിടെ മുഴുവനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവൻ നോക്കുന്ന സമയത്ത് അവിടെ ഇപ്പൊ റോസിനെയും കാണുന്നില്ല, ഷാരോണിനെയും കാണുന്നില്ല. അതായത് സൈലന്റ് ഹിൽ എന്ന ആ ഒരു സ്ഥലം വിട്ട് മാത്രമേ ഇവർക്ക് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. ആ ഡയമെൻഷൻ വിട്ട് ഇവർക്ക് ഇതുവരെയായിട്ടും പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും എന്താണ് അവരുടെ മുന്നിലുള്ള ആ ഒരു തടസ്സം? അതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ ആ ഒരു പ്രസൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിലും ക്രിസ്റ്റഫറിന് അവളെ കാണാൻ കഴിയുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. നിങ്ങൾക്കൊരു സങ്കടം തോന്നിയോ ഇതിന്റെ അവസാനം എന്താണെന്ന് മനസ്സിലാവായിട്ട്? അന്ന് ആ സങ്കടം തോന്നണ്ട, ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാനത് പറഞ്ഞിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? 1000 കമന്റും അതുപോലെ തന്നെ ഒരു 10,000 ലൈക്കും ആയിക്കോട്ടെ. അത്രയും ആയിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ഉറപ്പായിട്ടും ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞിരിക്കും. പറ്റുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചോട്ടോ. ഒന്നാം ഭാഗം ഇത്ര അടിപൊളിയാണെങ്കിൽ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കും എന്നറിയാൻ എക്സൈറ്റ്മെന്റ് ഇല്ലേ? സോ കാത്തിരിക്കുക, കമന്റ് ഇടുക, ലൈക്ക് അടിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിൽ വെച്ച് വീണ്ടും കാണാം. ഓക്കെ, ബൈ.